ദേ ഈ സാധനം നിങ്ങൾ എന്തായാലും കഴിച്ചാണ് വഴിയില്ല. ഇതാണ് കൊത്മീർ വടി, അതായത് മല്ലിയില വടി. മെയിൻ ഐറ്റം കുനുകുനാന്നരിഞ്ഞ ഈ മല്ലിയില തന്നെയാണ്. പിന്നെ കുറച്ച് വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ നമ്മൾ നന്നായിട്ട് ഇടിച്ചെടുക്കണം. മല്ലിയിലയിലോട്ട് നമ്മൾ ആദ്യം കുറച്ച് കടലപ്പൊടി ഇടാൻ പോവാണ്. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, ഉപ്പും കുറച്ച് അജുവൈനും, പിന്നെ ചതച്ച് വെച്ചേക്കുന്ന പച്ചമുളകും വെളുത്തുള്ളിയുടെ പേസ്റ്റും കൂടെ ഇട്ടതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ക്രിസ്പിനെസ്സിന് വേണ്ടിയിട്ട് 1 സ്പൂൺ അരിപ്പൊടി, പിന്നെ അതിലോട്ട് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് കുഴച്ചെടുക്കണം. ഈ ഒരു പരുവം. ഇനി കുറച്ച് മല്ലിപ്പൊടിയും മുളക് പൊടിയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. ഇത് നമ്മളിനി സ്റ്റീം ചെയ്യാൻ വേണ്ടി പോവാണ്. ഒരു പാത്രത്തിലോട്ട് നമ്മൾ കുറച്ച് എണ്ണ തേച്ച് പിടിപ്പിച്ചതിന് ശേഷം വേണം ഈ ഒരു ബാറ്ററിലോട്ട് ഒഴിക്കാൻ വേണ്ടിയിട്ട്. ലാസ്റ്റ് കുറച്ച് വെളുത്ത എള്ളും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ടേ. സ്റ്റീം ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെ ഇരിക്കും നമ്മുടെ കൊത്മീർ വടി. ഇനി ഇതിനെ നമുക്ക് നന്നായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഏത് ഷേപ്പിൽ വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാം. ഞാൻ സ്ക്വയറിലാണ് കട്ട് ചെയ്യാൻ പോണേ. ഇനി ഇത് ഏതെങ്കിലും ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിൽ ഇട്ടതിന് ശേഷം നല്ലപോലെ അടച്ചിട്ട് ഫ്രിഡ്ജിലെടുത്ത് വെക്കണം. കുറേ നാളിത് കേടാവാണ്ടിരിക്കും കേട്ടോ. ഇനി ഇത് കഴിക്കേണ്ടത് എങ്ങനെയാണെന്നല്ലേ? കഴിക്കേണ്ട സമയത്ത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തതിന് ശേഷം ഇതുപോലെ എണ്ണയിൽ ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കണം. സംഭവം ഒന്നൊന്നര ടേസ്റ്റ് ആണ് കേട്ടോ. ഏതെങ്കിലും കറിയുടെ കൂടെ ചിക്കൻ ഫ്രൈ, ഫിഷ് ഫ്രൈ ഒക്കെ കഴിക്കുന്ന പോലെ നമുക്കിതങ്ങ് കഴിക്കാം.